ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിന് നാളെ 12/2/2026 ഖുർആൻ ഹിഫ്ള് എക്സാമാണ്. അപ്പോൾ നിങ്ങൾക്ക് 2025-ലെയും 2024-ലെയും ഒരു മോഡൽ ചോദ്യപേപ്പറാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ചോദ്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാം. പക്ഷേ ഇതിലുള്ളതുപോലെ നിങ്ങൾ പഠിക്കരുത്. ഇതിൽ വന്ന സൂറത്തുകൾ നോക്കി ഓതാൻ വന്നത് സൂറത്തുൽ അറാഫാണ്. അതിൽ നിന്നുള്ള കുറച്ച് ആയത്താണ്. അതുപോലെ നിങ്ങൾക്ക് മദ്രസയിൽ സിലബസ് പ്രകാരം പാഠങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് ഏതെങ്കിലും ആയത്തുകളാണ് ഇതുപോലെ ഓതാൻ വരിക. അപ്പോൾ അത് ഓതി കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് മഹാരജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ മഹറജ് ശ്രദ്ധിക്കണം. പിന്നെ തജ്വീദ് നിയമങ്ങൾ, മുന്നേ പഠിച്ച തജ്വീദ് നിയമങ്ങളൊക്കെ ഉണ്ട്. മദ്ദുകൾ, നൂനിൻ്റെയും തൻവീനിൻ്റെയും മീമിൻ്റെയും വിധികൾ, ഉന്നത്ത്, ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം. 5ാം ക്ലാസ്സിൽ നമ്മൾ കുറേ തജ്വീദ് നിയമങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. തഫീം, തർക്കീക്ക് ഒക്കെ പരിഗണിക്കണം. പിന്നെന്താണ് ശൈലി, പിന്നെന്താണ് ശബ്ദമാധുര്യം, അതൊക്കെ നോക്കിയിട്ടാണ് നമുക്കവിടെ നോക്കി ഓതുമ്പം 50 മാർക്ക് ലഭിക്കുക. പിന്നെ ഹിഫ്ലിന് വന്നത് സൂറത്തുൽ കാരിയ, സൂറത്തുൽ ആദിയാത്ത്, സൂറത്ത് മുത്തക്കാസിർ, സൂറത്തുൽ മുൽക്ക് തന്നെ പല ആയത്തുകളായിട്ടും അതിൽ വരുന്നുണ്ട്. പിന്നെ സൂറത്തുൽ ഹുമസ, സൂറത്തുൽ അസ്ർ, സൂറത്തുൽ അലക്ക്, സൂറത്തുൽ ലുഹ, അതൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ താഴെ ക്ലാസ്സിൽ പഠിച്ച ചെറിയ സൂറത്തുകളും സൂറത്തുൽ മുൽക്കും നന്നായി മനസ്സിലാക്കുക. ആയത്തുൽ കുർസി, ആമന റസൂൽ ഒക്കെ പഠിക്കണം. പിന്നെ നമ്മൾ പഠിച്ച ദിക്റും ദുആകളുണ്ട്, നിസ്കാരത്തിൻ്റെയും നിസ്കാരത്തിൻ്റെ ശേഷമുള്ളതും, പിന്നെ ഉളൂവിൻ്റെ ദിക്റ്, മയ്യിത്ത് നിസ്കാരത്തിൻ്റെത്, അങ്ങനെ എവിടുന്നെങ്കിലും ഒരു ദിക്റ് എന്തായാലും ചോദിക്കും. അപ്പോൾ ഇപ്പോൾ ഇനി എക്സാമിലൊക്കെ എല്ലാ ക്ലാസ്സിനും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ ദിക്റൊക്കെ കുനൂത്തൊക്കെ ചോദിക്കുന്നുണ്ട് 7ാം ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങളതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഇത്രയാണ് 25ൻ്റെ ചോദ്യപേപ്പറിൽ വന്നത്. ഇനി 24ൻ്റെ ചോദ്യപേപ്പർ നിങ്ങൾ നോക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് സൂറത്തുൽ മുൽക്ക് മുഴുവനായിട്ടും, നമ്മൾ താഴെ ക്ലാസ് പഠിച്ച ചെറിയ സൂറത്തുകളും മുഴുവനായിട്ടും, പിന്നെ ദിക്റ് ദുആകൾ ഒക്കെ നന്നായിട്ട് ഓർത്തെടുക്കുക. ബാത്റൂമിലേക്ക് കയറുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. മസ്ജിദിലേക്ക് കയറുമ്പോൾ ഏതാ വരിക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.